വാക്കുകൾ കൊണ്ട് കോട്ട കെട്ടുന്നവർക്കിടയിൽ വസ്തുതകൾ കൊണ്ട് മതിൽ തീർക്കുന്ന ഒരാൾ. നിയമസഭയിൽ ഭരണപക്ഷത്തെ മുനയൊടിച്ച ചോദ്യങ്ങൾ കൊണ്ട് പ്രതിരോധത്തിലാക്കുന്ന പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ. എന്തുകൊണ്ടാണ് ഇന്ന് കേരളം ഈ പേര് ഇത്രയധികം ചർച്ച ചെയ്യുന്നത്? വെറുമൊരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി സതീശൻ എന്ന പാർലമെന്റേറിയൻ എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത്? നമുക്ക് നോക്കാം. എറണാകുളം ജില്ലയിലെ നെട്ടൂരിലായിരുന്നു ജനനമെങ്കിലും വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിനെ വളർത്തിയത് പറവൂര് മണ്ഡലമാണ്. KSUവിലൂടെയായിരുന്നു തുടക്കം. നിയമവിരുദ്ധവും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം ഹൈക്കോടതിയിൽ അഭിഭാഷകനായി ജോലി ചെയ്യുമ്പോഴും രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ സിരകളിൽ ഉണ്ടായിരുന്നു. 2001 അദ്ദേഹം ആദ്യമായി നിയമസഭയിലെത്തുന്നത്. അന്നു മുതൽ ഇന്നുവരെ പറവൂരുകാർക്ക് സതീശൻ എന്നാൽ വെറുമൊരു MLA മാത്രമല്ല, അവരുടെ ശബ്ദമാണ്. വി.ഡി. സതീശൻ എന്ന നേതാവിനെ ശ്രദ്ധേയനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹോംവർക്കാണ്. ഏതൊരു വിഷയവും സഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തുന്ന പഠനം അമ്പരിപ്പിക്കുന്നതാണ്. കണക്കുകളും രേഖകളും സഹിതം അദ്ദേഹം സംസാരിക്കുമ്പോൾ പലപ്പോഴും മറുപടി പറയാൻ ഭരണപക്ഷം വിയർക്കാറുണ്ട്. പ്രളയകാലത്തെ പുനർനിർമ്മാണം മുതൽ കേരയിൽ വിരുദ്ധ സമരം വരെ അദ്ദേഹം ഉയർത്തിയ ഓരോ ചോദ്യത്തിനും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യവും ജനകീയ താൽപ്പര്യവും ഉണ്ടായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റം വന്നപ്പോൾ ആ ഉത്തരവാദിത്തം സതീശൻ്റെ തോളിലേക്കാണ് എത്തിയത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി പാർട്ടിയെ ചലിപ്പിക്കുക എന്ന വെല്ലുവിളിയായിരുന്നു മുന്നിൽ. ഇന്ന് സോഷ്യൽ മീഡിയയിലും യുവാക്കൾക്കിടയിലും കോൺഗ്രസിന് ഒരു പുത്തനുണർവ് നൽകാൻ അദ്ദേഹത്തിൻ്റെ കൃത്യതയുള്ള സംസാരത്തിന് സാധിച്ചിട്ടുണ്ട്.